നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭൂമാഫിയയ്ക്കെതിരെ നടപടിയെടുത്ത ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റി. മാനന്തവാടി സബ് കളക്ടർ BR പ്രേംകുമാർ ഇനി ദേവികുളം RTO. മാനന്തവാടിയിൽ ചുമതല ADM KM രാജുവിന്. അഴിമതിക്കാരായ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കെതിരായ നടപടി. ഒരു വിഭാഗം ജീവനക്കാർക്ക് പ്രതിഷേധം. പ്രതിഷേധിക്കുന്നത് കൂട്ട അവധിയെടുത്ത്. കൽപ്പറ്റയിൽ കൂട്ട അവധി ജനത്തെ വലച്ചു. ചരക്കുസേവന നികുതി നടത്തിപ്പിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾക്ക് വ്യക്തതയില്ല. GST സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റി ഉടൻ വേണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കോഫി ഹൌസുകളിൽ നാളെ മുതൽ വില കൂടും. തരിയോട് കാട്ടാനയാക്രമണത്തിൽ യുവാവിന് പരിക്ക്. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വടുവഞ്ചാൽ അമ്പലവയൽ റോഡിൽ ആമ്പൽ നട്ട് BJP പ്രതിഷേധം. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നാളെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തും. അനന്തമായ പ്രാർത്ഥനയാണ് ജീവിതമെന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്ന് 23 വർഷം. എഡിറ്റേഴ്സ് ചോയ്സ്. വിശദമായ വാർത്തകളിലേക്ക്. ഭൂമാഫിയയ്ക്കെതിരെ നിലകൊണ്ട ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റി. മാനന്തവാടി സബ് കളക്ടർ BR പ്രേംകുമാറിനെ ദേവികുളത്തേക്ക് മാറ്റാൻ തീരുമാനം. ഇന്ന് മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മാനന്തവാടിയിൽ സബ് കളക്ടറുടെ ചുമതല ADM KM രാജുവിന് നൽകാനും തീരുമാനമായി. ശ്രീറാം വെങ്കിട്ടരാമനെ എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് ഡയറക്ടറാക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കൽ വിഷയത്തിൽ ഭൂമാഫിയകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ശ്രീറാം വെങ്കിട്ടരാമൻ ഭൂമാഫിയയുടെ കണ്ണിലെ കരടായിരുന്നു. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരന്റെ എതിർപ്പ് അവഗണിച്ചാണ് ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയതെന്നാണ് റിപ്പോർട്ട്. പ്രശ്നങ്ങളിൽ കാര്യമായി ഇടപെട്ടതിന്റെ ട്രാക്ക് റെക്കോർഡൊന്നും ഇല്ലാത്തയാളാണ് മാനന്തവാടി സബ് കളക്ടർ BR പ്രേംകുമാർ. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. അഴിമതിക്കാരായ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുന്നതിനെ സംഘടനാ ബലം കൊണ്ട് നേരിടാൻ ഒരു വിഭാഗം ജീവനക്കാർ കൂട്ട അവധിയെടുത്തതായി ആരോപണം. കോഴിക്കോട് ചെമ്പനോടയിൽ വില്ലേജ് ഓഫീസിലെ പീഡനങ്ങളെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ നടപടികൾ ആരംഭിച്ചത്. വില്ലേജ് ഓഫീസുകളിലെ ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് പരിശോധനയടക്കം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. റവന്യൂ ഓഫീസുകളിലെ വിജിലൻസ് പരിശോധന ഒഴിവാക്കുക, ജീവനക്കാർക്കെതിരെ സ്വീകരിച്ച നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷി പിന്തുണയുള്ള ജീവനക്കാരുടെ സംഘടനയിലെ അംഗങ്ങൾ കൂട്ടമായി സംസ്ഥാന വ്യാപകമായി അവധിയെടുത്ത് പ്രതിഷേധിക്കുന്നത്. ഭൂരേഖ, നികുതിയടവ്, റിസർവേ, പട്ടയം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളെക്കുറിച്ച് പരാതി വ്യാപകമാണ്. വിജിലൻസ് റെയ്ഡുകളിൽ വില്ലേജ് ഓഫീസുകളിൽ വ്യാപകമായി ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ചെമ്പനോട വില്ലേജിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് വയനാട്ടിലെ പല വില്ലേജ് ഓഫീസുകളും കേന്ദ്രീകരിച്ച് ചൂടുപിടിച്ച വിവാദമായിരിക്കുന്നത്. രേഖകളിലെ കൃത്രിമം മുതൽ കൈക്കൂലിയും അഴിമതിയും വരെ ഗുരുതര ആരോപണങ്ങളാണ് പല റവന്യൂ ഓഫീസുകളും നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ റവന്യൂ ഓഫീസ് നടത്തിപ്പ് കൂട്ട അവധിയിൽ മുക്കി അട്ടിമറിക്കാനുള്ള നീക്കമായാണ് നിരീക്ഷകർ കൂട്ട അവധിയെ കാണുന്നത്. അഴിമതിക്കാർ തന്നെ അഴിമതിക്ക് പരിചയമൊരുക്കുന്നതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. അഴിമതിക്കെതിരായ സർക്കാർ നീക്കത്തെ സംഘടനാ ബലം കൊണ്ട് നേരിടാനുള്ള നീക്കം സമൂഹമാധ്യമങ്ങളിൽ ഇവരുടെ നില ഇടിക്കാനേ ഉതകൂ എന്നാണ് നിഗമനം. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ വിജിലൻസ് പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഒരു വിഭാഗം റവന്യൂ ജീവനക്കാർ നടത്തിയ സമരത്തിൽ ജനം വലഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ജീവനക്കാർ കൂട്ട അവധിയെടുത്തത് ഓഫീസ് പ്രവർത്തനത്തെ ബാധിച്ചു. ഇത് ചന്തുക്കുട്ടി കുടുംബ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി ദിവസങ്ങളാണ് വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങിയത്. അവസാനമെന്ന കുടുംബത്തിലുള്ളവരെയും സാക്ഷികളെയും കൂട്ടി വില്ലേജിലെത്താൻ വില്ലേജ് ഓഫീസർ പറഞ്ഞതനുസരിച്ച് രാവിലെ കൽപ്പറ്റ വില്ലേജ് ഓഫീസിലെത്തിയതാണ്. എത്തിയപ്പോൾ ജീവനക്കാർ സമരത്തിലാണെന്ന് പറഞ്ഞു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ചന്തുക്കുട്ടിയെപ്പോലെ നിരവധി പേരാണ് ഇന്ന് വില്ലേജ് ഓഫീസുകളിലെത്തി മടങ്ങിപ്പോയത്. വില്ലേജ് ജീവനക്കാരുടെ പിടിപ്പുകേടിൽ കോഴിക്കോട് ചെമ്പനോട് വില്ലേജിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് റവന്യൂ വകുപ്പ് ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിച്ചത്. ഞാനെൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് വെച്ചാൽ എന്നോട് വില്ലേജ് ഓഫീസർ വരാൻ പറ്റാണ്. ഞാനെൻ്റെ ഒരു മോളിത് ഇവിടെ ഉണ്ട്, മറ്റു 2 മക്കളും പോയി, 2 സാക്ഷികളും കൂട്ടി ഇവിടെ വന്നപ്പോഴും സംഗതി അങ്ങനെ ഞാൻ മാത്രമല്ല പലരോടും പറയും. കുറേ ആളുകൾ വന്നു പോയി. ഞാൻ പറഞ്ഞു ഞാനിന്ന് പോകുന്നില്ല. എന്നോട് ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണല്ലോ, നേരിൽ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നാളെ അയാൾക്ക് നിഷേധിക്കാം, നാളെ സാറ് നിഷേധിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട്. പക്ഷേ പറഞ്ഞവർ സാറ് പറഞ്ഞിട്ട് നാളെ വാന്ന് പറഞ്ഞിട്ട് വന്നവർ പലരും ഉണ്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ കൂടെ. കുറേ ആളുകൾ പോയി, അവർക്ക് അതിന് എന്താ പറയുക പോയി പലരും. വയനാട് ന്യൂസ്, കൽപ്പറ്റ.
ചരക്കുസേവന നികുതിയുടെ മറവിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നു. ഏതൊക്കെ സാധനങ്ങൾക്ക് എത്ര ശതമാനം നികുതിയെന്ന് കേന്ദ്രം വ്യക്തത വരുത്താത്തത് സാധന വിതരണം തടസ്സപ്പെടുത്തി. സാധന ലഭ്യത കുറഞ്ഞത് വിലക്കയറ്റമുണ്ടാക്കുമെന്ന് ആശങ്ക. രാജ്യത്താകെ ഏക ചരക്ക് സേവന നികുതി സമ്പ്രദായം ഏർപ്പെടുത്തിയതോടെ ജില്ലയിലും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്നു. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ജില്ലയിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ കൂടുതലായും എത്തുന്നത്. എന്നാൽ ചരക്ക് സേവന നികുതിയെ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് പലരും നിർത്തിവച്ചിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റുകൾ കടക്കണമെങ്കിൽ GST ബില്ല് സമർപ്പിക്കണം. ഇത് ലഭിക്കാത്തതിനാലാണ് പലരും കച്ചവടം നിർത്തിയത്. പഞ്ചസാരയ്ക്ക് 5% അധിക നികുതി ഈടാക്കുന്നുണ്ട്. 39 രൂപ ഉണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് GST പ്രാബല്യത്തിൽ വന്നതോടെ കിലോഗ്രാമിന് 43 രൂപയായി ഉയർന്നിട്ടുണ്ട്. മറ്റു സാധനങ്ങൾക്കും ഇതുപോലെ തന്നെ വിലക്കയറ്റം അനുഭവപ്പെടുന്നുണ്ട്. കോഴിയിറച്ചിക്കും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ റമദാൻ സീസണിൽ 130 രൂപ ഉണ്ടായിരുന്ന കോഴിയിറച്ചിക്ക് ഇപ്പോൾ 142 രൂപയാണ് വില. റമദാനിനു മുമ്പ് കിലോഗ്രാമിന് 85 രൂപയായിരുന്നു കോഴിയിറച്ചിയുടെ വില. GST ഭയന്ന് തദ്ദേശ കോഴി ഉൽപ്പാദനം നിർത്തുകയും തമിഴ്നാട്, കർണാടക എന്നിവിടയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്തതോടെയാണ് കോഴിയിറച്ചിക്ക് വില വർദ്ധിക്കുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. നേരത്തെ 14.5% നികുതി ഉണ്ടായിരുന്ന സോപ്പുകളടക്കമുള്ള വസ്തുക്കൾക്ക് 28% നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും സാധനങ്ങൾ കൊണ്ടുവരാൻ തടസ്സമുണ്ടാകുന്നതായും വ്യാപാരികൾ പറയുന്നു. GSTയുടെ മറവിൽ കരിഞ്ചന്തയിൽ സാധനങ്ങൾ വിൽക്കാനാണ് നീക്കം നടക്കുന്നത്. പല നിത്യോപയോഗ സാധനങ്ങളും ഇപ്പോൾ കിട്ടാക്കനിയായും മാറിയിട്ടുണ്ട്. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. GST സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റിയും അമിത ലാഭം തടയുന്നതിനുള്ള അതോറിറ്റിയും ഉടൻ രൂപീകരിക്കണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്നവർക്കെതിരെ സാധ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. GSTയുടെ പേരിൽ വില കൂട്ടാൻ വ്യാപാരികൾ പല തന്ത്രങ്ങളും സ്വീകരിക്കുന്നതായി അളവ് തൂക്ക വിഭാഗം പരിശോധനയിൽ കണ്ടെത്തി. ലീഗൽ മെട്രോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ 2 സംഘങ്ങളാണ് ഇന്നലെ ജില്ലയിലെ വിവിധ ടൗണുകളിൽ പരിശോധന നടത്തിയത്. സുൽത്താൻ ബത്തേരി, ബീനാച്ചി, കാട്ടിക്കുളം, തിരുനെല്ലി, കേണിച്ചിറ എന്നിവിടങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധന. ജില്ലയിലെ വലിയ വ്യാപാര കേന്ദ്രങ്ങളായ മാനന്തവാടി, കൽപ്പറ്റ, മീനങ്ങാടി, പുൽപ്പള്ളി തുടങ്ങിയ ടൗണുകളിൽ ഒരു പരിശോധനയും നടന്നിട്ടില്ല. MRPയേക്കാൾ കൂടുതൽ വില ഒരു കാരണവശാലും ഈടാക്കാൻ പാടില്ലെന്നാണ് GST നിയമം. സ്റ്റോക്ക് ഉൽപ്പന്നങ്ങളുടെ MRP തിരുത്തി സ്റ്റിക്കർ ഒട്ടിച്ച് പുതിയ വില രേഖപ്പെടുത്തിയതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. MRP മായ്ച്ചുകളഞ്ഞ് തോന്നിയ വില ഈടാക്കുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. പഴയ വാറ്റുബില്ലിൽ GST എന്നെഴുതി കൂടുതൽ പണം ഈടാക്കുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധന തുടരാനാണ് നികുതി വകുപ്പിന്റെയും അളവ് തൂക്ക വിഭാഗത്തിന്റെയും തീരുമാനം. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. കോഫി ഹൗസുകളിൽ നാളെ മുതൽ വില കൂടും. എല്ലാ സാധനങ്ങൾക്കും 12% വില കൂട്ടുമെന്ന് ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഊണിന് 40 രൂപയിൽ നിന്ന് 45 രൂപയാകും. ചായ വില 8 രൂപയിൽ നിന്ന് 10 ആകും. ചപ്പാത്തി, പൊറോട്ട, മസാലക്കറി തുടങ്ങിയ എല്ലാത്തിനും 12% വില കൂടും. GST അടയ്ക്കേണ്ടതിനാൽ വില കൂട്ടാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് കോഫി ഹൗസ് അധികൃതരുടെ നിലപാട്. അസംസ്കൃത വസ്തുക്കളുടെ അടക്കം നികുതി ഒഴിവാക്കിയാണ് GST കണക്കാക്കേണ്ടതെന്ന് ധനമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും കൂട്ടാക്കാതെ വില വർദ്ധിപ്പിക്കാനാണ് കോഫി ഹൗസ് അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. തരിയോട് 9-ാം മൈൽ വെണ്ടച്ചോട്ടിൽ സാബുവിനാണ് പരിക്കേറ്റത്. പ്രതിഷേധവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. സാബുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തരിയോട് 9-ാം മൈൽ സ്വദേശിയായ സാബു രാവിലെ 6 മണിയോടെ വീട്ടിൽ നിന്നും തൊട്ടടുത്ത ക്ഷീരസംഘത്തിൽ പാല് നിൽക്കാനായി പോകുന്ന വഴിക്കാണ് റോഡിൽ നിന്നും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. തുടയിലിന് സാരമായി പരിക്കേറ്റ ഇയാളെ ആദ്യം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തരിയോട് വനത്തിൽ നിന്നും തകർന്ന വൈദ്യുതി ഫെൻസിംഗ് മറികടന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനയിറങ്ങി കൃഷികൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പതിവാണ്. ഇന്ന് യുവാവിന് നേരെയും ആക്രമണമുണ്ടായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് രാവിലെ 10 മണിയോടെ കാവുമന്തം ടൗണിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. 11:30 സ്ഥലത്തെത്തിയ കൽപ്പറ്റ തഹസീൽദാർ ശങ്കരൻ നമ്പൂതിരി, DYSP മുഹമ്മദ് ഷാഫി എന്നിവരും സമരക്കാരുമായി ചർച്ച നടത്തി. അപ്രതീക്ഷിതമായി നാട്ടുകാർ നടത്തിയ റോഡ് ഉപരോധത്തിൽ നിരവധി യാത്രക്കാർ മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി. വയനാട് ന്യൂസ്, മാനന്തവാടി. മുതുമല ഫോറസ്റ്റിനോട് ചേർന്ന ഔണ്ടേൽ എസ്റ്റേറ്റിൽ ആനകൾ പ്രവേശിക്കാതിരിക്കാൻ നിർമ്മിച്ച ട്രഞ്ചിൽ 1.5 മാസം പ്രായമുള്ള കാട്ടാനക്കുട്ടി അകപ്പെട്ടു. പുറത്തുകടക്കാൻ കഴിയാത്ത ആനക്കുട്ടിയെ വനംവകുപ്പ് അധികൃതർ രക്ഷിച്ച് ആനക്കൂട്ടത്തിലേക്ക് തിരിച്ചയച്ചു. നെല്ലാക്കോട്ട ഔണ്ടേൽ എസ്റ്റേറ്റിലെ ട്രഞ്ചിൽ രാത്രിയിലാണ് കാട്ടാനക്കുട്ടി വീണത്.
സമീപത്തെ ആദിവാസികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി ആനക്കുട്ടിയെ കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി. ഫോറസ്റ്റ് അധികൃതർ ആനക്കൂട്ടങ്ങളോടൊപ്പം കുട്ടിയെ ചേർക്കാൻ ശ്രമിച്ചെങ്കിലും കാട്ടാനക്കൂട്ടങ്ങൾ സ്വീകരിച്ചില്ല. തിരികെ കൊണ്ടുവന്ന ആനക്കുട്ടിയെ പിറ്റേന്ന് വീണ്ടും മറ്റ് ആനക്കൂട്ടങ്ങളെ തേടി അധികൃതർ വനത്തിലെത്തിച്ചു. ദിവസങ്ങൾക്ക് ശേഷം കുട്ടികളടക്കമുള്ള കാട്ടാനക്കൂട്ടത്തിനിടയിലേക്ക് വിട്ടപ്പോൾ സ്വീകരിച്ചതായി അധികൃതർ പറഞ്ഞു. DFO ദിലീപ്, റേഞ്ചർമാരായ ധനേശൻ, മനോഹർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാട്ടാനക്കുട്ടിയെ രക്ഷിച്ച് കാട്ടാനക്കൂട്ടത്തിന് തിരിച്ചു നൽകിയത്. AP ഷാജി, വയനാട് ന്യൂസ്, ചിരാൽ. പുൽപ്പള്ളി മേഖലയിൽ 7 ലക്ഷം രൂപ ചെലവിൽ 17 കിലോമീറ്ററോളം തോട് വീതി കൂട്ടി നിർമ്മിച്ച തടയണകളിൽ ഒരു തുള്ളി പോലും വെള്ളം സംഭരിക്കാനാകുന്നില്ലെന്ന് പരാതി. 10-20 ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് തടയണകൾ തുറന്നുകിടക്കുന്നതാണ് കാരണം. 500 രൂപ മുടക്കി പലക വാങ്ങി ചീർപ്പിട്ടാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണ് ബന്ധപ്പെട്ടവരുടെ നിരുത്തരവാദിത്വം കാരണം ആക്ഷേപത്തിന് കാരണമാകുന്നത്. പുൽപ്പള്ളിയിലെ കടമാൻ തോട്, പെരുമുണ്ട, കൊട്ടമുരട്ട്, മൂഴിമല, പുതിയിടം, ആലൂർക്കുന്ന് എന്നിവിടങ്ങളിലാണ് തോടുകളുടെ വീതി കൂട്ടിയത്. 1-2 മീറ്ററായി ചുരുങ്ങി കാട് മൂടിക്കിടന്ന തോടുകൾ 6 മീറ്റർ വീതിയിലാക്കിയതോടെ ഇവയെല്ലാം വലിയ ജലസംഭരണികളായി. എന്നാൽ ഈ തോടുകളിലായി ഏതാണ്ട് 1 ഡസനോളം തടയണകൾ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധത്തിൽ തകരാറിലാണ്. തോടുകളിലൂടെ എത്തുന്ന വെള്ളം തടയണകളിലൂടെ ഒഴുകിപ്പോകുന്നു. തോടുകളിൽ ഇടവിട്ട് ചെറു താൽക്കാലിക തടയണകൾ നിർമ്മിച്ചാൽ വലിയൊരളവ് വരെ വരൾച്ചയെ പ്രതിരോധിക്കാനാകും. എന്നാൽ ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇക്കൊല്ലം മഴ കുറവായതിനാൽ കിണറുകളിൽ കാര്യമായ ജലമായിട്ടില്ല. കടുത്ത വരൾച്ച നേരിടുമെന്ന് ഉറപ്പായിട്ടും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. HML അരപ്പറ്റ എസ്റ്റേറ്റിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മേപ്പാടി ചുളിക്ക പൊറ്റമ്മൽ മുജീബ് റഹ്മാനെയാണ് വിഷം അകത്തുചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്ന് കരുതുന്നു. 37 വയസ്സായ ഇയാൾ വിവാഹിതനാണ്. കുട്ടികളുണ്ട്. മൃതദേഹത്തിനടുത്തുനിന്ന് വിഷക്കുപ്പി കണ്ടെടുത്തു. മേപ്പാടി പോലീസ് സ്ഥലത്തെത്തി അനന്തര നടപടികൾ സ്വീകരിച്ചു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വടുവഞ്ചാൽ അമ്പലവയൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP അമ്പലവയൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടുവഞ്ചാൽ റൂട്ടിൽ ചളിക്കുളമായ സ്ഥലങ്ങളിൽ ആമ്പൽ നട്ട് പ്രതിഷേധിച്ചു. ഏറെക്കാലമായി വടുവഞ്ചാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയത്. ഇതേ വിഷയത്തിൽ മാസങ്ങൾക്ക് മുമ്പ് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ മഞ്ഞപ്പാറയിൽ റോഡ് ഉപരോധം നടത്തിയിരുന്നു. എന്നാലും അധികാരികൾ ഒരിക്കൽ പോലും കണ്ണു തുറക്കാത്തതിനാലാണ് സമരപരിപാടികളുമായി BJP രംഗത്തിറങ്ങിയത്. നാളെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും PWD വകുപ്പ് വടുവഞ്ചാൽ അമ്പലവയൽ റോഡ് നന്നാക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. BJP ബത്തേരി മണ്ഡലം പ്രസിഡന്റ് PM അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. PM വേണു, ഷിനോജ്, MT അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. BJP വളരെ ശക്തമായി ഇപ്പോൾ ആവശ്യപ്പെടുന്നു. വളരെ ഏതാനും 10-20 ദിവസത്തിനുള്ളിൽ ഈ റോഡ് ഇത്രയും ശോചനീയമായ സ്ഥലങ്ങളെങ്കിലും കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ റോഡ് പൂർണ്ണമായി ഉപരോധിച്ചുകൊണ്ട് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ വന്ന് ഇതിന് സമാധാനം പറഞ്ഞ മാത്രമേ ഇത് അവസാനിപ്പിക്കൂ. അത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചുകൊണ്ട് BJP വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകും. വയനാട് ന്യൂസ്, അമ്പലവയൽ. ചിരാൽ നമ്പ്യാർകുന്ന് 4 സെന്റ് കോളനിയിലെ കിണറ്റിൽ മാലിന്യം നിക്ഷേപിച്ചതായി പരാതി. നെന്മേനി പഞ്ചായത്തിലെ പാതയോരങ്ങളിലെ മാലിന്യങ്ങൾ കിണറ്റിൽ നിക്ഷേപിക്കുന്നതായി ആക്ഷേപം. നമ്പ്യാർകുന്ന് 4 സെന്റ് കോളനിയിൽ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചത്. ഇവിടെ പാതയോരങ്ങളിൽ വീടുകളിലെ മാലിന്യങ്ങൾ തള്ളുന്നത് വയനാട് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴ ആരംഭിച്ചതോടെ പാതയോരത്തെ മാലിന്യങ്ങൾ പകർച്ചവ്യാധി പടർത്തുമെന്ന ആശങ്കയുണ്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് മാലിന്യം കിണറുകളിൽ നിക്ഷേപിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഈ കിണറ്റിൽ കൊണ്ട് തട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് നശിച്ച് ചീഞ്ഞളിഞ്ഞ് ആ ദുർഗന്ധം കംപ്ലീറ്റ് ഇവിടേക്ക് പടർന്ന് മറ്റുള്ള കുഞ്ഞു മക്കൾക്കും വലിയവർക്കൊക്കെ ഇത് ബാധിക്കുന്നതായിരിക്കും. അതിന്റെ പേരിൽ ഈ സാധനം ദുർഗന്ധങ്ങൾ ഉള്ള സാധനം വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഈ കുഴിയിൽ കൊണ്ടുവന്ന് കിണറ്റിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഇടാനായിട്ട് അനുവദിക്കില്ല. പഞ്ചായത്തിന്റെ അനുമതി ഉണ്ട്. പഞ്ചായത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നത്. പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ കിടക്കുന്ന 4-5 കിണറുകൾ മൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള ധിക്കാരപരമായി ഇവിടെ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇത്തരത്തിൽ ഈ ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിച്ച ആളുകളെ കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകി നമ്മുടെ നാടിന്, നമ്മുടെ ഈ പ്രദേശവാസികൾക്ക് സംരക്ഷണം നൽകുന്ന നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, മറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. വയനാട് ന്യൂസ്, ചിരാൽ.
അമ്പലവയൽ ചീങ്ങേരി യാക്കോബായ പള്ളിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അപ്പക്കൂട് പദ്ധതി ആരംഭിച്ചു. ഇത്തരത്തിൽ 10ഓളം ഗ്രൂപ്പുകൾ ജില്ലയിൽ രൂപീകരിക്കും. ആദ്യ ഗ്രൂപ്പായ ചീങ്ങേരി പള്ളിയുടെ ഗ്രൂപ്പ് IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സുമനസുകളുടെ സഹകരണത്തോടെ പാവങ്ങളെയും ആലംബഹീനരെയും സഹായിക്കാൻ പുതിയ 2 പദ്ധതികൾക്കാണ് ഷിബു അച്ഛൻ തുടക്കമിട്ടിരിക്കുന്നത്. വിശക്കുന്നവന് ആഹാരം നൽകുന്നതിനേക്കാൾ വലിയ പുണ്യമില്ലെന്ന തിരിച്ചറിവിലാണ് ഷിബു അച്ഛൻ അപ്പക്കൂട് എന്ന പദ്ധതി ആരംഭിച്ചത്. ചീങ്ങേരി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി വികാരിയായ ഇദ്ദേഹം ഇടവക ജനങ്ങളുടെയും നാനാജാതി മതസ്ഥരായ നാട്ടുകാരുടെയും പിന്തുണയോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഗവൺമെന്റ് ആശുപത്രികൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിലെ ആലംബഹീനർക്ക് ഒരു നേരത്തെ ആഹാരം നൽകുകയാണ് ലക്ഷ്യം. ഇതിനായി ജില്ലയിൽ പ്രധാന സ്ഥലങ്ങളിലെല്ലാം 50 പേരടങ്ങുന്ന കൂട്ടായ്മകൾ രൂപവൽക്കരിക്കും. വർഷം 5000 രൂപ വീതം അംഗങ്ങൾ ജീവകാരുണ്യ പ്രവൃത്തിക്കായി മാറ്റിവെക്കും. ഈ തുക ഉപയോഗിച്ച് ക്ലബിന്റെ പരിധിയിലുള്ള സ്ഥാപനങ്ങളിൽ ഭക്ഷണം നൽകും. ചീങ്ങേരി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഫീനിക്സ് എന്ന സംഘടനയോടൊപ്പം മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി തുടങ്ങിയ 10 കേന്ദ്രങ്ങളിൽ പദ്ധതി വിപുലീകരിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിനു പുറമെ കൂട് എന്ന പേരിൽ വയനാടിന് സ്വന്തമായി ഒരു ഹ്യൂമാനിറ്റേറിയൻ സെന്റർ എന്നതാണ് മറ്റൊരു ലക്ഷ്യം. ഡയാലിസിസ് സെന്റർ, അക്ഷരക്കൂട്, ആശ്രമക്കൂട്, സംഗീതക്കൂട് തുടങ്ങിയ 10ലധികം പദ്ധതികൾ ഇതിലൂടെ നടപ്പാക്കാനും ഉദ്ദേശിക്കുന്നു. പുതുതായി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ് കൂട് എന്നുള്ളത്. എല്ലാവർക്കും കൂടിച്ചേരാനും എല്ലാവരെയും കൂട്ടിച്ചേർക്കാനും വേണ്ടിയുള്ള ഒരു സ്നേഹക്കൂടാണ്. ഈ കൂടിനകത്ത് നമ്മൾ ഒരുപാട് കൂടുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യത്തേതും അതീവ പ്രാധാന്യത്തോടെ നമ്മൾ ആരംഭിക്കുന്നതാണ് അപ്പക്കൂട് എന്നുള്ളത്. ആർക്കാണോ ആഹാരം ആവശ്യമുള്ളത് അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഒരു കൂട്ടായ്മയുടെ പേരാണ് അപ്പക്കൂട് എന്നുള്ളത്. എല്ലാ വർഷവും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകുവാനും വയനാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതിൻ്റെ യൂണിറ്റുകൾ ആരംഭിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. വയനാട് ന്യൂസ്, അമ്പലവയൽ. YMCA സൗത്ത് വെസ്റ്റ് ഇന്ത്യൻ റീജിയണൽ 63ാം വാർഷിക സമ്മേളനം ജൂലൈ 8 ബത്തേരിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണിക്ക് YMCA അധ്യക്ഷൻ ഡോക്ടർ ലബി ഫിലിപ്പ് മാത്യു ഉദ്ഘാടനം ചെയ്യും. കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ ജോയ് C. ജോർജ് അധ്യക്ഷനായിരിക്കും. IC ബാലകൃഷ്ണൻ MLA, നഗരസഭാ ചെയർമാൻ CK സഹദേവൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. 500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. വയനാട് സബ് റീജിയണൽ ചെയർമാൻ മാത്യു മത്തായി ആതിര, പ്രൊഫസർ AV തരിയത്ത്, ഡോക്ടർ PA മത്തായി, OP ജോഷി, പ്രൊഫസർ തോമസ് പോൾ, YMCA പ്രസിഡന്റ് പ്രൊഫസർ KM സണ്ണി, സബ് റീജിയണൽ കൺവീനർ പ്രകാശ് റീക്ക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശേഷം ആദ്യമായിട്ട് വയനാട് ജില്ലയിൽ വെച്ച് YMCA കേരള ഘടകത്തിന്റെ സംസ്ഥാന സമ്മേളനം നടത്തുകയാണ്. 650ഓളം YMCA നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വളരെ വിശാലമായ ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന YMCA പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം നമ്മുടെ ബഹുമാന്യനായ ഇതിന്റെ YMCA ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ലബി ഫിലിപ്പ് മാത്യു ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ നമ്മുടെ ബഹുമാന്യ MP ഷാനവാസ്. ചീരാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നമ്പ്യാർകുന്ന് GLP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KT ഓമനക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് K ചാന്ദിനി അധ്യക്ഷയായിരുന്നു. V ഉമ്മർ, KT ഹരീന്ദ്രൻ, നൌഫൽ, സാദിഖ്, TG ഷെയ്ൻ, ജയകുമാർ എന്നിവർ സംസാരിച്ചു. ഇനി എഡിറ്റേഴ്സ് ചോയ്സ്. അനന്തമായ പ്രാർത്ഥനയാണ് ജീവിതമെന്നും ആ അനന്തതയുടെ ഒരംശം എഴുത്തുകാരൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണമെന്നും പറഞ്ഞ മലയാളത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്ന് 23 വർഷം. 1992 ജൂലൈ 5 ബഷീറിന്റെ ചരമദിനം. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. ജീവിതം ബഷീറിന് കാലത്തിലൂടെ നടത്തിയ സഹനയാത്രയായിരുന്നു. വൈക്കം തലയോലപ്പറമ്പിലെ വീടിന്റെ 4 ചുമരുകൾക്കകത്ത് ഒതുങ്ങാത്ത മഹാപ്രതിഭയായിരുന്നു ബഷീർ എന്നതിനാൽ അദ്ദേഹം വീട് വിട്ടുപോയി. വീടുപേക്ഷിക്കുക എന്നതിന് നാട്ടിലിറങ്ങുകയെന്നും ജീവിതത്തിന്റെ മഹാസാഗരത്തിലിറങ്ങുക എന്നുമായിരുന്നു ബഷീറിന്റെ അർത്ഥം. ഹൃദയത്തിൽ അനന്തതയെ കുടിയിരുത്തിയ സൂഫി വിശ്വാസിയായ ബഷീറിന് അനുഭവങ്ങളുടെ 100 കണക്കിന് വിചിത്ര ലോകങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു ജീവിതവും എഴുത്തും. ഒഴുകുന്ന ജലത്തിന്റെ സ്ഫടിക വിശുദ്ധിയും സുതാര്യതയും ബഷീറിന്റെ ഭാഷയ്ക്ക് കൈവന്നത് അത് ജീവിതാനുഭവങ്ങളുടെ നിരന്തര പ്രവാഹത്തിൽ നിന്ന് താനെ ഉത്ഭവം കൊണ്ടായതുകൊണ്ടാണ്. ഇന്ദ്രജാലക്കാരനും പോക്കറ്റടിക്കാരനും ഹോട്ടൽ തൊഴിലാളിയും പത്രക്കാരനും കള്ളനും കാമുകനും വിപ്ലവകാരിയും എഴുത്തുകാരനും
സന്യാസിയും എല്ലാമായിരുന്നു ബഷീർ. പാത്തുമ്മയുടെ ആടും ബാല്യകാല സഖിയും എൻ്റെ പൂപ്പാക്കൊരാനുണ്ടാർന്നുവും പ്രേമലേഖനവും മതിലുകളും ഭാർഗവീ നിലയവുമെല്ലാം എല്ലാ കാലങ്ങളിലും വായിക്കപ്പെടുകയും ഓരോ പുനർവായനയിലും പുതിയ അർത്ഥങ്ങൾ കിട്ടുന്ന ധ്വനിജീവിതത്തിൻ്റെ ലോകങ്ങളാണ്. ആശയപ്രകാശനത്തിന് പഴയ പദങ്ങൾ മതിയാവാഞ്ഞ് ബഷീർ പുതിയ വാക്കുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പാറ്റയും പഴുതാരയും ചിതലും ചേരയും മൂർഖനും കുറുക്കനും കാട്ടുപന്നിയും മനുഷ്യരുമെല്ലാം ഏകോദര സഹോദരങ്ങളായി കഴിയുന്ന പ്രപഞ്ചത്തിന്റെ ഏകാന്തപഥികനായ സുൽത്താനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 23 വയസ്സ് തികയുകയാണ്. ഭാഷയുടെയും വ്യാകരണത്തിന്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ച എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. തൻ്റേതു മാത്രമായ ശൈലികളും പ്രയോഗങ്ങളും കൊണ്ട് അദ്ദേഹം മറ്റെല്ലാ എഴുത്തുകാരിൽ നിന്നും വേറിട്ട് നിന്നിരുന്നു. അതിദീർഘമായ രചനകൾക്ക് പകരം ഹ്രസ്വമായ രചനകൾ അടുക്കും ചിട്ടയോടും കൂടി നടത്താനായിരുന്നു അദ്ദേഹം മുന്നിട്ട് നിന്നിരുന്നത്. കാലിക പ്രസക്തിയുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ ഇന്നും വായനക്കാരെ വളരെയധികം സ്വാധീനിക്കുന്നവയാണ്. വലിയ സാഗരവിശാലത സ്വന്തമായിരുന്നിട്ടുകൂടി അനന്തതയിലേക്കുയരാൻ തലയടിച്ച് നിലവിളിക്കുന്ന തിരമാലകളെക്കുറിച്ച് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ സാഗരഗീതമായിരുന്നു ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത. അനന്തതയായി പരിണമിക്കാൻ തിരതല്ലിയാർക്കുന്ന രക്തധമനികളിലെ ചുവന്ന കടലായിരുന്നു ബഷീർ. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലെ അന്തരങ്ങളെ ബഷീർ വെറുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് വയനാട് ന്യൂസ്. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/wayanadvision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂമാഫിയക്കെതിരെ നടപടിയെടുത്ത ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റി. മാനന്തവാടി സബ് കളക്ടർ BR പ്രേംകുമാർ ഇനി ദേവികുളം RDO. മാനന്തവാടിയിൽ ചുമതല ADM KM രാജുവിന്. അഴിമതിക്കാരായ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കെതിരായ നടപടി. ഒരു വിഭാഗം ജീവനക്കാർക്ക് പ്രതിഷേധം. പ്രതിഷേധിക്കുന്നത് കൂട്ട അവധിയെടുത്ത്. കൽപ്പറ്റയിൽ കൂട്ട അവധി ജനത്തെ വലച്ചു. ചരക്കുസേവന നികുതി നടത്തിപ്പിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾക്ക് വ്യക്തതയില്ല. GST സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റി ഉടൻ വേണമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കോഫി ഹൌസുകളിൽ നാളെ മുതൽ വില കൂടും. തരിയോട് കാട്ടാനയാക്രമണത്തിൽ യുവാവിന് പരിക്ക്. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വടുവഞ്ചാൽ അമ്പലവയൽ റോഡിൽ ആമ്പൽ നട്ട് BJP പ്രതിഷേധം. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നാളെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തും. അനന്തമായ പ്രാർത്ഥനയാണ് ജീവിതമെന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്ന് 23 വർഷം. എഡിറ്റേഴ്സ് ചോയ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.